ഗുണ്ടേ മിസ്റ്റർ ശങ്കു ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ ഇതാ ആഗ്രയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ബാഗെല്ലാം കയറ്റി 2 ട്രാവലറിലായിട്ട് ഞങ്ങൾ എല്ലാവരും കയറി. പോകുന്ന വഴിക്കെല്ലാം ഓരോരോ ആർട്ടും സ്റ്റാച്യൂസും എല്ലാം കാണാം. അതെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. 2 ദിവസം ട്രെയിനിലിരുന്ന് മുഷിഞ്ഞ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഹോട്ടലിലേക്ക് കയറി. ആദ്യം ചപ്പാത്തി, ദാൽ, പരിപ്പ് എല്ലാവരും ഉണ്ട്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. നല്ല ഫുഡ്. കോല് കൊണ്ട് ഇറങ്ങിക്കോ. ആഗ്ര ഫോർട്ടിലെത്തി. കൂടെ തിരിഞ്ഞാലേ കാണുന്നുള്ളൂ. ആഗ്ര ഫോർട്ട്. പണി കിട്ടി. വലിയ കാര്യത്തില് ട്രൈപോഡുമായിട്ട് പോയതാണ്. ട്രൈപോഡും കുന്തമൊന്നും കയറ്റത്തില്ല, കൊണ്ട് വെച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടു. വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ വരിക. എല്ലാ പ്രാവശ്യം എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടാണ് പോരുന്നത്. ഈ പ്രാവശ്യം നോക്കിയപ്പം ആഗ്ര ഫോർട്ടിൽ വന്നിട്ട് നേരെ അതിൻ്റെ അതിൽ നോക്കിയാൽ ഒരു കാഴ്ചയുണ്ട്. ദാറ്റ്സ് ആക്ച്വലി മാർവലസ്. ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് സംതിങ് വണ്ടർഫുൾ വാസ് ഹൈഡിങ് ബിഹൈൻഡ് ദീസ് വാൾസ്. എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ആഗ്ര ഫോർട്ടിൻ്റെ അകത്തൂടെ നോക്കിയാൽ താജ്മഹൽ കാണുമായിരുന്നു. നിങ്ങൾക്കറിയായിരുന്നല്ലേ? ജ്യോതിക ഒന്ന് പറഞ്ഞു തരാമോ? ജ്യോതിക, ഷാജഹാന്റെ മോൻ പുള്ളി ഇവിടെ കൂട്ടിയിട്ടപ്പോ പുള്ളിക്ക് ഇവിടെ കടന്നിട്ട് മരണസമയത്തും താജ്മഹൽ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പുള്ളിക്ക് മരണസമയത്ത് കാണാനായിട്ട് പണിതിട്ടതാ. ഇവിടെ തന്നെ കാണുന്ന രീതിയിൽ എന്നാ പുള്ളി കൂട്ടിയിട്ടപ്പോഴും കാണാൻ പറ്റും. അങ്ങനെ ആണ്. ഓക്കെ. ബാക്കി നിങ്ങൾ റിഫൈൻ ചെയ്തിട്ട് ആഗ്ര ഫോർട്ടിൽ ദൂരെ നിന്ന് കണ്ട ലോകാത്ഭുതം നേരിട്ട് കാണാനായി ഞങ്ങൾ ഇറങ്ങി. താജ്മഹലിൽ വന്നാൽ ഏതോ ഒരു ബെഞ്ചിൻ്റെ മൂലയ്ക്ക് വന്നിരുന്നാൽ ഇങ്ങനൊരു വ്യൂ കാണാം. ഇത് വേറൊരു രസമാണ്. ഓരോ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴും വേറൊരു ഭംഗി തന്നെയാണ് ഇതിന്. 3-ാം ദിവസം ആഗ്ര ഫോർട്ടും താജ്മഹലും കണ്ട് ഞങ്ങൾ അടുത്ത വണ്ടി കയറി.